ഇന്ന് നമുക്ക് ക്യാരറ്റ് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്തിട്ട് അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ നമുക്ക് ഒഴിക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇച്ചിരി കടുക്, ഒരു 1/4 സ്പൂൺ കടുക് നമ്മൾ ഇടുന്നുണ്ട്. നമുക്ക് കടുകിടാം. കടുകിട്ട് ഇത് പൊട്ടി വരുന്നുണ്ട്. ഈ പൊട്ടി വരുന്ന സമയത്ത് പൊട്ടിക്കഴിഞ്ഞ ഉടനെ നമുക്ക് ഇച്ചിരി കറി ലീഫ് ഇടാം, കറിവേപ്പില ഇടാം. ഈ സമയത്ത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓനിയൻ നമുക്ക് ഇടാം. ഓനിയൻ നമുക്കിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് വാടി കിട്ടുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് നമ്മൾ ഇതിൽ മിക്സ് ചെയ്യാൻ പോവുക. ക്യാരറ്റ് നമ്മളിത് ഇട്ട് മിക്സ് ചെയ്യാൻ പോവാം. കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്യാരറ്റ് ഇട്ട് മിക്സ് ചെയ്യാൻ പോവാം. ഇതൊന്ന് യോജിച്ച് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിന് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം. ഇതൊന്ന് യോജിപ്പിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് നമ്മൾ വേവിക്കാൻ പോവുക. തീ ഒന്ന് കുറച്ച് വെച്ചേക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഈ സമയത്ത് ഒരു പച്ചമുളക്, തേങ്ങ, ഒരു 1/4 സ്പൂൺ ജീരകം, ഈ മൂന്നും മിക്സിയിൽ നമ്മളിട്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്യാൻ പോവുക. ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഈ മിക്സ് നമ്മൾ ഈ ക്യാരറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് വെച്ച് ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് ഇച്ചിരി നേരം നമുക്ക് വേവിക്കാം. ക്യാരറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ചെറിയ പാത്രത്തിൽ നമ്മൾ കോരി മാറ്റുകയാണ്. ഇത് നല്ലൊരു അടിപൊളി ക്യാരറ്റ് തോരനാണ്.